വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം. ഗാജർ കാ ഹൽവ അല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. ഐസ്ക്രീം ഒക്കെ ആയിട്ട് കൂട്ടി കഴിക്കാൻ അടിപൊളിയല്ലേ? നമ്മുടെ പണ്ടത്തെ കല്യാണങ്ങൾക്കൊക്കെ ഡെസേർട്ട് ആയിട്ട് തരുമായിരുന്നു ഗുലാബ് ജാമുനും ഐസ്ക്രീമും അല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ ഐസ്ക്രീം ഒക്കെ. ഇന്ന് നമുക്ക് ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് കാമിയോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പാല് തിളപ്പിച്ച് ആറിയ പാലാണ്, പഞ്ചസാര, കാഷ്യൂ, റേസിൻസ്, നെയ്യ് വേണം, ചതച്ച ഏലക്ക, ഉപ്പ് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ പാൻ നല്ല ചൂടായിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രം എടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂ എടുക്കാം. ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് റേസിൻസ് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ റേസിൻസ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ആയി വരട്ടെ. റേസിൻസ് ഒക്കെ നല്ല ബോൾ പോലെ വന്നിട്ടുണ്ട്. ഇത്ര മതി, നമുക്ക് പെട്ടെന്ന് എടുക്കാം കരിഞ്ഞു പോകുന്നതിന് മുന്നേ. ഇതേ ഗീയിലേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇനി വഴറ്റിയെടുക്കണേ. പാലൊഴിച്ച് കൊടുക്കാവേ. ഫുൾ ഫാറ്റ് മിൽക്കാണ് തിളപ്പിച്ച് ആറിയത്. 1 ലിറ്റർ ഉണ്ട്. ഇനി ഇച്ചിരി സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. പാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പം നമ്മുടെ പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 1.5 കപ്പ് പഞ്ചസാരയാണ്. ഇത് നന്നായിട്ടൊന്ന് ആയി വരട്ടെ. ഇനി ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി എല്ലാമായിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻഡ് ആവണം. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല റെഡ് നിറത്തിലോ അല്ല ഓറഞ്ച് നിറത്തിലൊക്കെ ഇരിക്കണമെങ്കിൽ കളർ ആഡ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ക്യാരറ്റൊക്കെ ആയിക്കഴിഞ്ഞ് ഷുഗറൊക്കെ ഒന്ന് കാരമലൈസ് ആയി കഴിയുമ്പം ഈ ഒരു നിറത്തിലൊക്കെ വരും. ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല. ഒരു ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണും കൂടെ ഗീ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഗീ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ 1 ടീസ്പൂണും എടുത്ത് ഒരു 8 തൊട്ട് 10 ഏലക്ക വരെ ഒന്ന് ചതച്ചെടുത്തതാണ്. തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും റേസിൻസും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അടി കട്ടിയുള്ള പാത്രം അല്ല നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലും പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ അങ്ങ് അടിച്ച് പിടിച്ച് കരിഞ്ഞൊക്കെ അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരണം. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഹാപ്പി ആയിട്ടിരിക്കുക. അതുവരെ ബൈ.